ജീവിതത്തിൽ ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. ചിലതൊക്കെ നമുക്ക് ജീവിതത്തിൽ മറക്കാം, ക്ഷമിക്കാം. അതുപോലെ ചിലത് നമുക്ക് ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടിയും വരും. അത് ചെയ്യാത്തത് കൊണ്ടാണ് പലരും ഇന്ന് വേദനിക്കുന്നത്. ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ നിങ്ങൾക്കൊരു വിലയും നൽകാതെ ഒരു പരിഗണനയും കാണിക്കാത്തവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. എത്ര തിരക്കിനിടയിലും ഒരു ഹായ് അല്ലെങ്കിൽ ഞാൻ ബിസിയാണ് എന്ന ഒരു മെസ്സേജ് അതുപോലുമില്ലാത്ത ഒരു ബന്ധം പിന്നീട് അങ്ങോട്ട് നമുക്ക് വേദന മാത്രമേ നൽകുകയുള്ളൂ. ഒരു ബന്ധം നിലനിർത്താൻ വാതോരാതെ സംസാരിക്കണമെന്നില്ല. എത്ര തിരക്കിലും അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മതി നമ്മെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ. മനസ്സിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചതിന് ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനം നടത്തിയാലും അത് ആ മുറിവുണങ്ങാനുള്ള മരുന്നാകില്ല. ആഴത്തിൽ അടുത്തവരൊന്നും അടുത്തിരിക്കണമെന്നില്ല. അടുത്തുള്ളവരെല്ലാം ആഴത്തിൽ അടുക്കണമെന്നുമില്ല. എന്നാൽ അങ്ങനെ അടുത്തവർ ക്ഷമകെട്ട് ഒരിക്കൽ ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. നമ്മെ മാറ്റി നിർത്തുന്നവർക്കാണ് ഒരുപാട് കാരണങ്ങൾ വേണ്ടത്. നമുക്ക് മാറി നിൽക്കാൻ ഒറ്റ കാരണം മതി. അവർക്ക് നമ്മെ വേണ്ട എന്നുള്ള ഒറ്റ കാരണം. ആരെയും സുഖിപ്പിച്ച് സംസാരിക്കാനും അഭിനയിക്കാനും അറിയാത്തവർ എന്തെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കും. അത് സ്നേഹമായാലും ദേഷ്യമായാലും. ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നാം വിചാരിക്കുന്നത് പോലെ അത്ര സന്തോഷമുള്ളതല്ല. ചിരിയുടെ പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാളും ഒരാളോടും അടുത്തിട്ടില്ല. എന്നാൽ അകലാൻ ഒരൊറ്റ നിമിഷം മതി. കടന്നുപോയ രാത്രികളെയും ഒരുമിച്ചുണ്ടായിരുന്ന പകലുകളും മറന്നുപോകുന്ന ഒരൊറ്റ നിമിഷം. വിട്ടുവീഴ്ചകൾ അധികമാകുമ്പോൾ അവിടെ പിടിവാശികൾ ജയിക്കാൻ തുടങ്ങും. അത് തകർത്തെറിയുന്നത് നല്ല ബന്ധങ്ങളെയും ജീവിതങ്ങളെയും ആയിരിക്കും. മോശം സ്വഭാവമുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ അവർക്ക് എത്രത്തോളം ബഹുമാനവും സ്നേഹവും നൽകുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ്. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മളാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് സ്വയം തീരുമാനിക്കാതിരിക്കുക. കാരണം അവർ നിഴല് പോലെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മളെക്കാൾ ഇഷ്ടം അവർക്ക് മറ്റു പലരെയും ആയിരിക്കും. വേദനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടും അവർ പിന്നെയും അത് തുടരുന്നുണ്ട് എങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ സങ്കടങ്ങളോ വേദനകളോ അവരെ ബാധിക്കുന്നില്ല എന്ന്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിൽ നിന്ന് ആരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നമ്മൾ നമുക്കായി ജീവിച്ചു തുടങ്ങും. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതികരണം ആവശ്യമില്ല. ചിലതൊക്കെ കാലത്തിന്റെ മറുപടിക്കായി വിട്ടുകൊടുക്കുക. മനസ്സിന്റെ സന്തോഷത്തിനായി ഉപേക്ഷിക്കേണ്ടത് വിട്ടുകളയുക. Thank you for watching and please do subscribe, like and comment.